कितनी एज है भाई आपकी? अगर 21 है। और इनकी कितनी एज है? 52। तो भाई अपने सही कराइए। तो आपने सही लग रहा आपको ये? हाँ भैया, सही गलत क्या है इसमें? ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടല്ലോ, എന്തായാലും എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാനില്ല എന്നതൊരു നഗ്നമായ സത്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ കൊച്ചു പയ്യന്മാർക്കൊക്കെ കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാരോടാണ് സ്നേഹം, പ്രേമം, കല്യാണം കഴിക്കുന്നതൊക്കെ. അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടതിപ്പോൾ. ആ ഒരു പയ്യൻ അവരെക്കാട്ടി ചെറുതാണ്, പക്ഷെ അവരെ കല്യാണം കഴിക്കുകയാണ് അവൻ. എന്താ അല്ലേ, എങ്ങോട്ടാണ് ഇന്ന കാലഘട്ടത്തിലേക്ക് ഓരോരോ പോക്ക്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലിയൊക്കെ കുറേയൊക്കെ കേൾക്കുന്നുണ്ടല്ലേ, കൊച്ചു പയ്യൻ പ്രായമുള്ള ആളെ കല്യാണം കഴിച്ചു അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ, ഒരുപാട് വൈറലായിട്ടുള്ള ഇതുപോലെ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം എന്തായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ അങ്ങനെയാണ് കുറേ ആൾക്കാർ ഈ ആൻറ്റി ലവേഴ്സ് ആണെന്നൊക്കെ പറയാറുണ്ട്. അതായത് പയ്യന്മാർക്ക് പ്രായക്കുറവായിരിക്കും, പക്ഷെ അവർക്ക് ഇഷ്ടം കുറച്ച് ഏജ്ഡായിട്ടുള്ള ഒരു 10-40 അല്ലെങ്കിൽ 40 വയസ്സിന് മേളിലുള്ള ആൾക്കാരോടൊക്കെ ആയിരിക്കും ഒരു ഇഷ്ടം തോന്നുന്നത്. എന്നിട്ട് കല്യാണം കഴിക്കുന്നു. അപ്പോൾ നമുക്കൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് അയ്യോ അവനൊരു ചെറിയ ചെറുക്കനല്ലായിരുന്നോ എന്ന് തോന്നും. പക്ഷേ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് അവരെക്കാട്ടി കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാരോടാണ് കൂടുതൽ സ്നേഹം. ഒരുപക്ഷെ അതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കാം. അതായത് ഒരു പക്ഷേ അവരെ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ അവനെന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതൊക്കെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ സെക്സിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇന്നത്തെ കാലഘട്ടമൊക്കെ ഭയങ്കര മാറ്റമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ കൊച്ചു പെമ്പിള്ളേർക്ക് കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആണുങ്ങളോട് ഇഷ്ടം തോന്നാറുണ്ട്, പ്രേമം തോന്നാറുണ്ട്, കല്യാണം കഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആണുങ്ങൾ മാത്രമല്ല പ്രായമുള്ള ചേച്ചിമാരുടെ പുറകെ പോകുന്നത്, കൊച്ചു പെമ്പിള്ളേരും പ്രായമുള്ള ആൾക്കാരുടെ പുറകെ പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ 1 കെട്ടിയാലും 2 കെട്ടിയാലും 10 കെട്ടിയാലും പ്രശ്നമില്ലാത്ത കുറേയധികം ആൾക്കാരുണ്ട്. ഇപ്പം ഈ റീസെൻ്റ്ലി നമുക്കറിയാം, ആലപ്പുഴയിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് പ്രേമം തോന്നുന്ന ആരോടാ? 2 മക്കളുള്ള ഒരാളോട്. അയാൾക്ക് 40 വയസ്സിന് മേളിലോ മറ്റോ ഉണ്ട്. ഈ പെണ്ണിന് 17 വയസ്സേ ഉള്ളൂ. എന്നിട്ട് 2 പേരും കൂടെ പ്രേമിക്കുന്നു. അവസാനം എന്താ, അയാൾ ആ മക്കളെ ഉപേക്ഷിച്ച്, ഭാര്യയെ ഉപേക്ഷിച്ച്, എന്നിട്ട് ഈ 17 വയസ്സുമായിട്ട് ആ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര മുടിഞ്ഞ പ്രേമമായിരുന്നു. എന്നിട്ട് 2 പേരും റെയിൽവേ ട്രാക്കിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇതൊക്കെയാണ്. അപ്പോൾ പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുന്നത് എത്രയോ സത്യമാണല്ലേ. അതും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായം നോക്കത്തില്ല, ബന്ധം നോക്കത്തില്ല, ഒന്നും നോക്കത്തില്ല. പ്രേമം അങ്ങ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് ഭയങ്കര സംഭവമാണ്. ഇപ്പം നമ്മൾ കണ്ട ഒരു വീഡിയോ തന്നെ, അവന് 21 വയസ്സേ മറ്റേ ഉള്ളൂ, അവർക്ക് 10-40-19 വയസ്സുണ്ട്. അവരെ അങ്ങ് കല്യാണം കഴിക്കുക. എന്താ അല്ലേ, സത്യം പറഞ്ഞാൽ അവൻ പ്രായമാകുമ്പോൾ ആ ചേച്ചി ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അവർക്ക് നല്ല ഏജ് ഉള്ളൊരു സ്ത്രീയാണ്. ഒരുപക്ഷെ അവൻ ഒന്ന് പ്രായമായി വരുമ്പോഴത്തേക്ക് അവർ കിടപ്പായിട്ടുണ്ടാവും, കാരണം അവർ നല്ല പ്രായമാകും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇന്നത്തേത്. വിശ്വസിക്കാൻ പറ്റില്ല. ആർക്കും ആരോട് വേണേലും എപ്പം വേണേലും പ്രേമവും പ്രണയവും ഒക്കെ തോന്നാം, കല്യാണം കഴിക്കാം. എന്തൊക്കെയാണ് നടക്കുന്നത്? കുറേ ആൻറ്റി ലവേഴ്സ് ഉണ്ട്. എന്താ പറയുക ഇതിനൊക്കെ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയുള്ള കുറേ ടീംസ് ഉണ്ട്. ഇവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇങ്ങനെയുള്ള ഈ പ്രണയത്തോടും ഇങ്ങനെയുള്ള വിവാഹത്തോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പെണ്ണ് കിട്ടാനില്ല. അപ്പം കിട്ടുന്നത് കിളവിയാണേലോ അല്ലെങ്കിൽ പ്രായമുള്ളതാണെന്നൊന്നും നോക്കൂല, അങ്ങ് കെട്ടിയേക്കുവാ. പിന്നെ പ്രായം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കിയിരുന്നാൽ പിന്നെ പെണ്ണേ കെട്ടത്തില്ല. അങ്ങനൊരു അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിലും മൊത്തത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ പെണ്ണ് കിട്ടാനില്ലെന്നാണ് കേൾക്കുന്നത്. അറിയില്ല എന്താകും, എങ്ങനെയാകും മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം.